ഹായ് ഓൾ, വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സാഹചര്യം വരികയാണ്. നമുക്ക് എവിടെയെങ്കിലും ടാക്സി വിളിച്ച് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ വിളിച്ച് പോകാനായിട്ട് ഒരു സാഹചര്യം വന്നു ചേർന്നു. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് സെറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കിപ്പോ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, ഒരു ടാക്സി എടുക്കണം. അവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. വളരെ കുട്ടി കുട്ടി സെന്റൻസുകളാണ്, സിമ്പിൾ ആയിട്ട് ആർക്കും സംസാരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളിപ്പോ ഒരു സ്റ്റാൻഡിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്നാണല്ലേ പറയാം. റെയിൽവേ സ്റ്റേഷനിൽ പോകണം എങ്ങനെയാ പറയാ? റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ, റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ എന്ന് പറഞ്ഞാൽ മതി. ഇതങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോളൂ. റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ. ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷൻ അല്ല, മോളോ എവിടെയായിക്കോട്ടെ, നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലം പറയുന്നു, ജാനാഹെ, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പോ അവരാണ് നമ്മളോട് ചോദിക്കണമെങ്കിൽ, ഇപ്പൊ സ്റ്റാൻഡിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് നമ്മളോട് ചോദിക്കും അല്ലെ, എവിടെ പോകണം എന്നാ ചോദിക്കുക. എവിടെ പോകണം എങ്ങനെ ചോദിക്കുക? കഹാം ജാനാഹെ, കഹാം ജാനാഹെ. അപ്പൊ നമ്മൾ മറുപടി പറയണം, റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ, റെയിൽവേ സ്റ്റേഷൻ ജാനാഹെ. ഓക്കെ. ഇനിയിപ്പോ നമുക്കൊരു ഐഡിയ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെ, ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്, നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കണം അല്ലെ. അപ്പോ യഹാസെ, ഇവിടെ നിന്നും, അവിടേക്ക് അല്ലെങ്കിൽ അവിടെ വരെ എന്ന് പറയാനായിട്ട് വഹാ തക്ക്. ഇനിയിപ്പോ സ്റ്റേഷൻ ആണെങ്കിൽ സ്റ്റേഷൻ തക്ക്. യഹാസെ സ്റ്റേഷൻ തക് കിത്നി ദൂരെ, എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കുന്ന. യഹാസെ സ്റ്റേഷൻ തക് അല്ലെങ്കിൽ വഹാ തക് കിത്നി ദൂരെ. അപ്പൊ അദ്ദേഹം പറയാണ് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണെങ്കിൽ 10 കിലോമീറ്റർ, അല്ലെങ്കിൽ ഏകദേശം എന്നൊരു വാക്ക് പറയും അല്ലെ. ഏകദേശം 10 കിലോമീറ്റർ എന്നാണെങ്കിൽ ലഗ്ബഗ്, ലഗ്ബഗ് 10 കിലോമീറ്റർ. ഏകദേശം ഒരു 10 കിലോമീറ്റർ എന്ന് പറയുന്ന കേട്ടോ. ലഗ്ബഗ് ആ വേർഡാണ് യൂസ് ചെയ്യുക ഏകദേശം എന്ന് പറയാനായിട്ട്. ലഗ്ബഗ് 10 കിലോമീറ്റർ. അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കല്ലേ, എത്ര സമയം എടുക്കും. ഇപ്പൊ നമ്മള് ഒരു ടൈമൊക്കെ കൈപിടിച്ച് പോകുന്ന സമയമാണെങ്കിൽ നമ്മൾ ചോദിക്കല്ലേ, ചേട്ടാ ഇവിടുന്ന് അവിടെ എത്താനായിട്ട് എത്ര ടൈം എടുക്കും എന്ന് ചോദിക്കും. അവിടെ എത്ര ടൈം എടുക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണെങ്കിൽ കിത്തന സമയം ലഗേഗ, ആ ലഗേഗ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക കേട്ടോ. കിത്തന സമയം ലഗേഗ, എത്ര സമയം എടുക്കും, കിത്തന സമയം ലഗേഗ. അപ്പൊ അദ്ദേഹം പറയാണ് ഇതുപോലെ ഏകദേശം ഒരു 20 മിനിറ്റ്. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈം ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ലഗ്ബഗ്, ലഗ്ബഗ് 20 മിനിറ്റ് ലഗേഗ, ലഗ്ബഗ് 20 മിനിറ്റ് ലഗേഗ. അത്രേ ഉള്ളൂ. ഈ ഇത്ര അങ്ങോട്ട് വലിച്ചു നീട്ടിയൊന്നും ചിലപ്പോൾ പറയില്ല, 20 മിനിറ്റ് എന്നൊക്കെ പറയുള്ളൂ അല്ലെ. ഈ നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെ പോയാലും ഓൾമോസ്റ്റ് നമുക്കൊരു 90% നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം. 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. അതല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. എവിടെ പോയാലും നമുക്ക് കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയുമെങ്കിൽ, വളരെ കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എവിടെ പോയി കറങ്ങാനും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണല്ലേ ഹിന്ദി. അപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. ഇപ്പൊ എന്താ പറഞ്ഞ, ലഗ്ബഗ് 20 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റ് എന്ന് പറയുന്ന. ഇനിയിപ്പോ നമ്മൾ നേരെ വൈകി അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെല്ലുന്നെങ്കിൽ നമ്മൾ പറയും അല്ലെ, ഞാൻ നേരെ വൈകി, വേഗം പോകണം, നേരം വൈകി വേഗം പോകണം അല്ലെ. മുജെ ദേർ ഹോഗി, മുജെ ദേർ ഹോഗി, ജൽദി ജാനാ ഹെ, വേഗം പോകണം എന്ന് പറയുന്ന, ജൽദി ജാനാ ഹെ. പിന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് ചോദിക്കില്ല, നമ്മൾ ഒരു ടൈമൊക്കെ പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സാവുന്നുള്ള ടെൻഷനിലേക്ക് ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും അല്ലെ, വഴി എങ്ങനെയുണ്ട്, മീൻസ് ബ്ലോക്ക് ആണോ, ഗട്ടർ ആണോ, ഗട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുണ്ടും കുഴിയൊക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും അല്ലെ. വഴി എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ചോദിക്കുക? രാസ്ത കേസാ ഹെ. രാസ്ത എന്ന് പറയുന്നത് വഴി കേട്ടോ. ആ റോഡ് എന്ന് പറയുന്നത് സടുക്കാണ്. റോഡ് എന്ന് പറഞ്ഞാൽ സടുക്ക്, രാസ്ത എന്ന് പറയുന്നത് വഴി. ഓക്കെ. അപ്പൊ രാസ്ത കേസാ ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് വഴി എങ്ങനെയുണ്ട്, ബ്ലോക്ക് ആണോ, ബ്ലോക്ക് കേക്കിയാ, ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. രാസ്ത കേസാഹെ, വഴി എങ്ങനെയുണ്ട്. അപ്പൊ ആള് പറയാണ് വഴി നല്ലതാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് പറയണെങ്കിൽ കേട്ടോ. രാസ്ത അച്ചാഹെ, രാസ്ത അച്ചാഹെ, കൊയ് ദിക്കത്ത് നെയ്യേ, കൊയ് ദിക്കത്ത് നെയ്യേ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഗട്ടറും ഇല്ല, അതുപോലെ ബ്ലോക്കും ഇല്ല, നോർമൽ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വഴിയാണെന്നുണ്ടെങ്കിൽ ആള് പറയാണ് രാസ്ത അച്ചാഹെ, കൊയ് ദിക്കത്ത് നെയ്യേ. ഓക്കെ. ഇനിയിപ്പോ ഇങ്ങനെ പോകുന്ന യാത്രയിൽ അബദ്ധത്തിൽ ഒരു ബ്ലോക്ക് ഒക്കെ വന്നാൽ നമ്മൾ ചോദിക്കും അല്ലെ, വേറെ വഴിയുണ്ടോ, വേറെ വഴി പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദൂസരെ രാസ്തേസെ ജാ സക്തേ ഹോ, ദൂസരെ രാസ്തേസെ വേറെ വഴിയിലൂടെ എന്ന് പറയുന്ന കേട്ടോ. ദൂസരെ രാസ്തേസെ ജാ സക്തേ ഹോ, പോകാൻ കഴിയുമോ എന്ന് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഓക്കെ. ദൂസരെ രാസ്തേസെ ജാ സക്തേ ഹോ, വേറെ വഴിയിലൂടെ പോകാൻ സാധിക്കുമോ. ഇനി
വേറെ വഴിയുണ്ടോ എന്നാണെങ്കിലോ ദൂസര രാസ്ത ഹേ ക്യാ, വേറെ വഴിയുണ്ടോ. ദൂസര എന്ന് പറയുന്നത് വേറെ, അതാണ് കേട്ടോ. അപ്പൊ ദൂസര രാസ്ത ഹേ ക്യാ, വേറെ വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന. ഇവിടെ നമ്മൾ പറഞ്ഞത് വേറെ വഴി പോകാൻ സാധിക്കുമോ, ദൂസര രാസ്തേ സേ ജാ സക്തേ ഹോ, അതാണ് അതിന്റെ ഡിഫറൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പൊ അദ്ദേഹം നമ്മളെ സമാധാനിപ്പിച്ചിട്ട് പറയാണ്, അധികം ദൂരം ഇല്ല, ഇനി അധികം ദൂരം ഇല്ല, സാറ് ടെൻഷൻ അടിക്കണ്ട, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. ഇത്ര വലിയൊരു സെന്റൻസ് ആട്ടോ, നമുക്ക് കട്ട് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞേ, അധികം ദൂരം ഇല്ല, ഇനി അധികം ദൂരം ഇല്ല. ഓർ ജ്യാദ ദൂർ നഹി ഹേ, ഇനി അധികം ദൂരം ഇല്ല. ഓർ ജ്യാദ ദൂർ നഹി ഹേ, ഇനി എന്താ പറഞ്ഞേ, താങ്കൾ ടെൻഷൻ അടിക്കണ്ട. സർ ആപ് ചിന്താമത് കീജിയെ, ചിന്താമത് കീജിയെ, അത് റെസ്പെക്റ്റിൽ പറയുന്നതാണ്. ചിന്താമത് കരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറി ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ പറയുന്നത്. അതാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പൊ സർ ആപ് ചിന്താമത് കീജിയെ 5 മിനിറ്റ് കെ അന്തർ ഹം പഹുഞ്ചേങ്കെ, 5 മിനിറ്റിനുള്ളിൽ, 5 മിനിറ്റ് കെ അന്തർ, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. ഹം പഹുഞ്ചേങ്കെ, അവിടെ പഹുഞ്ചന എന്നുള്ള വേർഡാണ് കേട്ടോ. പഹുഞ്ചനയുടെ ഫ്യൂച്ചർ രൂപമാണ് പഹുഞ്ചേങ്കെ. ഹമ്മായതുകൊണ്ടാണ് അവിടെ പ്ലൂരൽ ആയിട്ട് പറയുന്നത് പഹുഞ്ചേങ്കെ. അവനാണെങ്കിൽ പഹുഞ്ചേക, ഈ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പഹുഞ്ചൂങ്ക. ഇപ്പൊ ഞാൻ അവിടെ 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും എന്നാണെങ്കിൽ മേ 5 മിനിറ്റ് കെ അന്തർ പഹുഞ്ചൂങ്ക. അതാണ് ഈ ഡിഫറൻസ് എല്ലാം നമ്മൾ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ക്ലാസ്സിൽ, ഇപ്പൊ നമ്മുടെ ചാനൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 ഡേയ്സ് ക്ലാസ് റണ്ണിങ് ആട്ടോ. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സംസാരിക്കാനായിട്ട് ആവശ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ക്ലാസ്സുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഫ്യൂച്ചറിൽ പല പല രൂപങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇതെല്ലാം അതിലുണ്ട്. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ജോയിൻ ബട്ടൺ കാണും. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1ാമത്തെ ക്ലാസ് മുതൽ കേട്ടോ, ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നാണ്. അപ്പൊ 5 മിനിറ്റ് കെ അന്തർ ഹം പഹുഞ്ചേങ്കെ, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. അപ്പൊ എത്ര വലിയ സെന്റൻസാ പറഞ്ഞേ, और ज्यादा दूर नहीं है सर आप चिंता मत कीजिए 5 मिनट के अंदर हम पहुंच जाएंगे. ഇനി അധികം ദൂരമില്ല, സാറ് ടെൻഷൻ അടിക്കേണ്ട, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. ഇത്രയും കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അതുപോലെ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാം അല്ലെ, വണ്ടി ഒന്ന് സ്പീഡിൽ ഓടിക്കും എന്ന് പറയത്തില്ലേ, അവിടെ വണ്ടി ഒന്ന് സ്പീഡിൽ ഓടിക്കും, ഒരു റിക്വസ്റ്റ് പോലെയാണ് പറയുന്നത്. അപ്പൊ ഗാഡി ജറ, അവിടെ ഒന്ന് എന്ന് പറയാം, അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് പറയാനായിട്ട് ജറ എന്നുള്ള ഒരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗാഡി ജറ തേജ്, സ്പീഡിൽ എന്ന് പറയാനായിട്ട് തേജ് എന്നാ പറയാ. തേജ് ചലാവോ, ചലാന എന്ന് പറയുന്നത് ഇവിടെ ഓടിക്കുക, ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നതിന് ചലാന എന്നാണ്. ഇനിയിപ്പോ എന്തെങ്കിലും വസ്തുക്കൾ ചലിപ്പിക്കുക എന്ന് പറയുന്നതും ചലാന. ഇവിടെ നമ്മളൊരു വസ്തു തന്നെയാണല്ലോ, ഗാഡി എന്ന് പറയുന്ന ആ ഒരു മെഷീനെ നമ്മൾ ചലിപ്പിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ചലാവോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗാഡി ജറ തേജ് ചലാവോ എന്നാ പറയാം. ഇനി പതുക്കെ പോകാനാണെങ്കിലോ, ചിലപ്പോൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് പേടിയിട്ട് പറയല്ലേ, ഭയ്യ ഒന്ന് പതുക്കെ പോ എന്ന് പറയാനാണെങ്കിൽ ഭയ്യ അല്ലെങ്കിൽ ബായി കേട്ടോ. എന്താണ്, ഇപ്പൊ നമ്മളെക്കാളും ചെറിയ ഭയ്യന്മാരൊക്കെയാണ് നമ്മൾ ഭയ്യ എന്നല്ലല്ലോ, ഭായി എന്ന് പറഞ്ഞാൽ മതി. ഭയ്യ എന്ന് പറയുമ്പോൾ ഒരു ചേട്ടൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഭായി എന്നുള്ളത് സഹോദര എന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ബായ് ഗാഡി ജറ ധീരെ ചലാവോ, ധീരെ, ധീരെ എന്ന് പറയുന്നത് പതുക്കെ, തേജ് എന്ന് പറയുമ്പോൾ അവിടെ വേഗത, അതാണ് വേഗത കൂട്ടി വേഗത കുറച്ച് എന്ന് പറയാനായിട്ടാണ് ഇവിടെ തേജ് അതുപോലെ ധീരെ എന്ന് യൂസ് ചെയ്യുന്നത്. ധീരെ, പതുക്കെ, പതുക്കെ ഓടിക്കും എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ? അത്ര ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നുമല്ല. ഈ സെന്റൻസ് ആയിട്ട് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോ നമ്മൾ തിരക്കിലൊന്നുമല്ല, വളരെ സമാധാനമായിട്ട് സാവധാനം പോവാനായിട്ട് ഒരു ടാക്സിയിൽ കയറുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഒരു മാനറിസം ഒക്കെ കണ്ടിട്ട് അവർ നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും അല്ലെ. അപ്പൊ ആ ടാക്സിക്കാരൻ നമ്മളോട് ചോദിക്കാണ്, സാർ എങ്ങോട്ടാ പോകുന്നത്, സാർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കത്തില്ല. അപ്പൊ അതെങ്ങനെയാണ് ചോദിക്കുക, സർ ആപ് കഹാം ജാ രഹേ ഹോ, അവിടെ കഹാം ജാ രഹേ ഹോ എന്നും ചോദിക്കാം. ഇനിയിപ്പോ ഹോയ്ക്ക് പകരം ഹേയും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആപ് കഹാം ജാ രഹേ ഹോ, താങ്കൾ എവിടേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ജാ രഹേ ഹോ എന്നൊക്കെ പയ്യെ പയ്യെ അല്ല, ഒരു സ്പീഡിൽ അങ്ങ് ചോദിക്കണം കേട്ടോ. ആപ് കഹാം ജാ രഹേ ഹോ, താങ്കൾ എവിടേക്കാണ് പോകുന്നത്. ഇനിയിപ്പോ അത്രയും പറയാൻ പറ്റിയില്ലെങ്കിൽ കഹാൻ ജാരേ എന്ന് ചോദിച്ചാൽ മതി. കഹാൻ ജാരേ, താങ്കൾ എവിടേക്കാണ് പോകുന്നത്. അപ്പൊ കഹാൻ ജാരേ, ജാരേ എന്ന് ചോദിച്ചേർത്ത കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ദില്ലിയിലോ അതല്ല വെളിയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് അല്ലെ.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദി സംസാരിക്കേണ്ടി വരുന്നത്. അപ്പൊ നാട്ടിലേക്ക് വരികയാണ് എന്ന് പറയാനായിട്ട് മേ വാപ്പസ് ഗാവ് ജാ റാവും, മേ വാപ്പസ് ഗാവ് ജാ രഹാഹും. രഹാഹും എന്ന് പറയുന്നത് ഞാൻ പുരുഷനാണെങ്കിൽ, മേ വാപ്പസ് ഗാവ് ജാ രഹീഹും എന്ന് പറയുകയാണെങ്കിൽ, രഹീഹും എന്ന് പറയുന്നത് ഞാൻ സ്ത്രീ ആണെങ്കിൽ. ഇത് രണ്ടും അല്ലെങ്കിൽ എന്ത് പറയണം ഷോർട്ട് ചെയ്ത്? രണ്ടുപേരും ഒരുപോലെ പറയാം അല്ലെ. മേ വാപ്പസ് ഗാവ് ജാരെ, ജാരെ എന്ന് പറഞ്ഞു നിർത്താം. ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. നാട്ടിലോട്ട് വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, ഞാൻ നാട്ടിലോട്ട്. ഗാവ് എന്ന് പറയുന്നത് നാട് കേട്ടോ. നമ്മളിപ്പോ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ പോവാന്ന് പറയുന്നതിന് ഗാവ് ജാരെ എന്നാണ്. ആക്ച്വലി ഗാവ് എന്നുള്ള വാക്കിന് അർത്ഥം വില്ലേജ് എന്നാണ്. എന്നാൽ പോലും നമ്മൾ നാട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് ഗാവ് ജാര എന്നാണ് കേട്ടോ. അപ്പൊ മേ വാപ്പസ് ഗാവ് ജാരാവും, ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കും അല്ലെ, അപ്പൊ എന്താ ഇവിടെ വന്നേ? യഹാ ക്യൂ ആയേ, ഇവിടെ എന്തിനാണ് വന്നത്? യഹാ ക്യൂ ആയേ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയും അല്ലെ, ഞാൻ എന്റെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്, ഞാൻ എന്റെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് മേ മേരെ ദോസ്ത് സെ മിൽനെ ആയാ ഹൂം. മനസ്സിലായോ? മേ മേരെ ദോസ്ത് സെ മിൽനെ ആയ. മിൽന എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുക. ഇവിടെ കാണുക എന്നുള്ള അർത്ഥമല്ല വരുന്നത്, കാണാൻ വന്നതാണെന്നാണ് പറയുന്നത്. എന്നാൽ പോലും നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ള വേർഡാണ് അവിടെ യൂസ് ചെയ്യുക കേട്ടോ. മിൽന എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, മിൽനയ്ക്ക് രണ്ടർത്ഥമുണ്ട്. നമുക്ക് കിട്ടുക, മുജേ മില എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി എന്ന് പറയുന്നതാണ് അല്ലെ. അവിടെ കിട്ടുക എന്നുള്ള അർത്ഥം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ സെയിം വേർഡ് തന്നെ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. കാണുക എന്ന് പറയുമ്പോൾ എന്താണ്? ദേഖ്ന അല്ലെ. ദേഖ്ന എന്ന് പറഞ്ഞാൽ കാണുക. ടി വി ദേഖ്റാവും എന്ന് പറഞ്ഞാൽ എന്താണ്? ടി വി കാണുകയാണ്. അവിടെ ടി വി മിൽറാവോ എന്ന് പറയില്ല. അവിടെ നമ്മൾ കാണുക എന്നുള്ള വേർഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ദോസ്ത് സെ മിൽനെ ആയാഹും, ദോസ്തിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. മനസ്സിലാവുന്നില്ല? കണ്ടുമുട്ടാൻ, അതാണ് അർത്ഥം വരുന്നത്. എന്നിട്ട് പറയാണ്, അവൻ ഇവിടെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അവൻ ഇവിടെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഓ യഹാ ഏക് കമ്പനി മേ കാം കർത്താ ഹെ. കാം കർണ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക. അപ്പൊ വോ അവൻ, യഹാ ഇവിടെ, ഏക് കമ്പനി മേ ഒരു കമ്പനി മേ, കമ്പനിയിൽ എന്നുള്ള അർത്ഥത്തിലാട്ടോ. മേം എന്ന് പറഞ്ഞാൽ ഇൽ. ഏക് കമ്പനി മേ കാം കർത്താ ഹെ ജോലി ചെയ്യുകയാണ് എന്ന് പറയുന്നതാണ്. ഓ യഹാ മേ കമ്പനി മേ കാം കർത്താ ഹെ. പിന്നെ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇപ്പൊ ടാക്സി ഡ്രൈവറോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നാട്ടുകാരനാണോ എന്ന് ചോദിക്കത്തില്ല. ആ ഒരു സെന്റൻസ്, നിങ്ങൾ ഈ നാട്ടുകാരനാണോ? ക്യാപ് അല്ലെ, ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ കേട്ടോ. നല്ല റെസ്പെക്റ്റോടുകൂടി സംസാരിക്കാം. അതല്ല, റെസ്പെക്ട് ഇല്ലാതെ നമ്മൾ കുറച്ചുകൂടി നോർമൽ ആയിട്ട് പറയുന്നത് തും, ക്യാ തും ഇസ് ഗാവ് കെ ഹോ എന്നാ ചോദിക്കാം. ആപ്പ് വെച്ച് സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ക്യാ ആപ് ഇസ് ഗാവ് കെ ഹോ, താങ്കൾ ഈ നാട്ടുകാരനാണോ എന്ന് ചോദിക്കുന്ന ക്യാ ആപ് ഇസ് ഗാവ് കെ ഹോ. അപ്പൊ ആള് പറയാണ്, അല്ല ഞാൻ രാജസ്ഥാനിൽ നിന്നുമാണ്, ഞാൻ രാജസ്ഥാനിൽ നിന്നാണ്, ഞാനിവിടെ 10 വർഷമായി എന്നൊക്കെ പറയത്തില്ലയോ. അപ്പൊ ഞാൻ രാജസ്ഥാനിൽ നിന്നാണ്. എങ്ങനെ പറയാ? മേ രാജസ്ഥാൻ സേ ഹൂ, മേ രാജസ്ഥാൻ സേ ഹൂ. അതല്ലെങ്കിൽ മേ രാജസ്ഥാനിയും എന്നൊക്കെ പറയാം അല്ലെ. അത്രേ ഉള്ളൂ. ഇവിടെ രാജസ്ഥാനിൽ നിന്നുമാണ് എന്ന് പറയാൻ മേ രാജസ്ഥാൻ സേ ഹൂ. ഓക്കെ, ഞാനിവിടെ 10 വർഷമായി, ഇവിടെ 10 വർഷമായി. യഹാ 10 സാൽ ഹോ ഗയേ, 10 സാൽ ഹോ ഗയേ. ഹോ ഗയ എന്ന് പറയുന്നത് കഴിഞ്ഞു എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ 10 വർഷം, 10 സാൽ ഹോ ഗയേ, 10 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചോദിക്കുക അല്ലെ, ഫാമിലി കൂടെയുണ്ടോ? ഫാമിലി കൂടെയുണ്ടോ എങ്ങനെ ചോദിക്കുക? ഫാമിലി പരിവാർ എന്നാട്ടോ. പരിവാർ സാത്ത് മേ ഹേ ക്യാ, സാത്ത് മേ ഹേ ക്യാ, കൂടെയാണോ അല്ലെങ്കിൽ കൂടെയുണ്ടോ എന്ന് ചോദിക്കുന്ന. പരിവാർ സാത്ത് മേ ഹേ ക്യാ, ഫാമിലിയും കൂടെയാണോ? പരിവാർ ബി സാത്ത് മേ ഹേ, പരിവാർ ബി സാത്ത് മേ ഹേ. പരിവാർ ബി ഫാമിലിയും എന്ന് പറയുന്നത് കേട്ടോ. ആ ബിയുടെ അർത്ഥം വരുന്നത് ഫാമിലിയും കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, പരിവാർ ബി സാത്ത് മേ ഹേ, ഫാമിലി കൂടെയാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ്, നമുക്കിപ്പോ ഫുഡ് കഴിക്കണായിരിക്കാം, അതല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും മലയാളി ഷോപ്സ് ഒക്കെ നമ്മളൊന്ന് തരും അല്ലെ. ഇവിടെ നമ്മളൊരു ഹോട്ടലാണ് ചോദിക്കണമെങ്കിൽ, യഹാം കോയി മലയാളി ഹോട്ടൽ ഹേ ക്യാ. സിമ്പിൾ ആണ്. യഹാം കോയി ഇവിടെ ഏതെങ്കിലും, യഹാം കോയി മലയാളി ഹോട്ടൽ ഹേ ക്യാ. ഇവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഹേ ക്യാ, ഹേ ക്യാ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, യഹാം കോയി മലയാളി ഹോട്ടൽ ഹേ ക്യാ. അപ്പൊ അദ്ദേഹം പറയാണ്, സ്റ്റേഷന്റെ അടുത്തുണ്ട്, സ്റ്റേഷന്റെ അടുത്ത് ഉണ്ട്. എങ്ങനെയാ പറയാ? അടുത്ത് എന്ന് പറയാൻ പാസ് അല്ലെ. സ്റ്റേഷൻ കെ പാസ് ഹേ, സ്റ്റേഷൻ കെ പാസ് ഹേ, സ്റ്റേഷന്റെ അടുത്തുണ്ട്, സ്റ്റേഷൻ കെ പാസ് ഹേ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാനൊരു റൂട്ട് പോലെ, ഒരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും അവരുടെ കൂടെ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുട്ടി കുട്ടി സെന്റൻസുകൾ വരാം.
ഇനിയിപ്പോ എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഷോപ്പ് കണ്ടു, അവിടെ ഒന്ന് ഇറങ്ങണം. അതല്ല, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയാനല്ലേ, അവിടെ ഷോപ്പ് കാണുമ്പോ ബാ ഇവിടെ ഒന്ന് നിർത്തി, എനിക്ക് ഒരു സാധനം വാങ്ങാനുണ്ട് എന്ന് പറയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബൈ യഹാ ജറ റോക്കോ. റോക്കോ, അവിടെ റോക്കോ എന്ന് പറയുന്നത് നിർത്തുക എന്നുള്ള അർത്ഥത്തില. റോക്കിന നിർത്തുക. അപ്പൊ നിൽക്കുക എന്ന് പറയുന്നതോ രുക്കിന. ഇവിടെ നിൽക്കൂ എന്ന് പറയുന്നത് രുക്കോ എന്നാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ കൂടെയാണ് പോണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇവിടെ നിൽക്കുക, ഞാൻ ഒരു 5 മിനിറ്റ് ഇപ്പൊ പോയിട്ട് വരാന്ന് പറയാം അല്ലെ. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ മതി, രുക്കു എന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മൾ വണ്ടി നിർത്തുകയാണ് ചെയ്യുക അല്ലെ. അതുകൊണ്ടാണ് ഗാഡി ആയതുകൊണ്ടാണ് റോക്കോ എന്ന് പറയുന്നത്. റോക്കന എന്ന് പറഞ്ഞാൽ നിർത്തുക. ഓക്കെ, അപ്പൊ ഗാഡി യഹാ ജറ റോക്കോ, വണ്ടി ഇവിടെ ഒന്ന് നിർത്തൂ. എന്തിനാണ്? മുജെ എക് ചീസ് ഖരീദനാ ഹൈ അല്ലെങ്കിൽ ലേനാ ഹൈ എന്ന് പറയാം. മുജെ എക് ചീസ്, ചീസ് എന്ന് പറയുന്നത് ചീസ് അല്ല, ചീസ് എന്നാണ് കേട്ടോ. അവിടെ അടിയിൽ ഒരു കുത്തുണ്ട്. ചീസ് എന്ന് പറയുന്നത് വസ്തുവാണ്, എന്തെങ്കിലും സാധനങ്ങളെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ എക് ചീസ്, എനിക്കൊരു വസ്തു, എനിക്കൊരു സാധനം എന്ന് പറയാനായിട്ടാണ്. ഓക്കെ, അപ്പൊ മുജെ എക് ചീസ് ലേനാ ഹൈ എന്നും പറയാം, ഖരീദനാ ഹൈ. ഖരീദന എന്ന് പറയുന്നത് വാങ്ങുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചിലടത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് ലേനാ ഹൈ എന്ന് പറയുന്നതും വാങ്ങുക എന്ന് തന്നെയാണ്. മുജെ എക് ചീസ് ലേനാ ഹൈ, മുജെ എക് ചീസ് ഖരീദനാ ഹൈ. ഏതാണ് നിങ്ങൾക്ക് മൈൻഡിൽ വെക്കാൻ പറ്റുന്നത് അത് വെച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ബൈ ഗാഡി യഹാ ജറ റോക്കോ, മുജെ എക് ചീസ് ലേനാ ഹൈ. പിന്നെ എന്താ പറയാ, 5 മിനിറ്റ് ഞാൻ വേഗം വരാം എന്ന് പറയാം അല്ലെ. 5 മിനിറ്റ്, 5 മിനിറ്റ് ഞാൻ വേഗം വരാം. മേ ജൽദി ആവുക, മേ ജൽദി ആവുക. അല്ലെങ്കിൽ ഞാൻ വേഗം തിരിച്ചു വരാന്നാണെങ്കിൽ മേ ജൽദി വാപ്പസ് ആവുക. അവിടെ വാപ്പസ് എന്ന് പറയുന്നതാണ് തിരിച്ച് കേട്ടോ. ഇവിടെ 5 മിനിറ്റ് ഞാൻ വേഗം വരാം എന്നാണ് പറയാ അല്ലെ. 5 മിനിറ്റ് മേ ജൽദി ആവുക. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ എന്താണ്, പെട്ടെന്ന് നമ്മൾ ഓടി വണ്ടി കയറിയിട്ട് പറയാം അല്ലെ, വാ പോവാം എന്ന് പറയാം അല്ലെ. വാ പോവാം എങ്ങനെയാ പറയാ, ചലോ ജായെങ്കെ, ചലോ ജായെങ്കെ. ഇനി ചലോ ജായെങ്കെ അല്ലെങ്കിൽ ചലോ എന്നൊക്കെ പറയാം, ചലത്തെ ഹേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ ചലോ ജായെങ്കെ, പോവാം എന്ന് പറയുന്ന. അങ്ങനെ വലിയ യാത്രയൊന്നുമല്ല, നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ട്രിപ്പാണ്, ഒരു 10 കിലോമീറ്ററിന്റെ യാത്രയാണ്. ഒരുപാട് കുടുംബകാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെയുള്ളവരോടൊന്നും സംസാരിക്കത്തൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. പിന്നെ എന്താണ്, എത്രയെന്ന് ചോദിക്കുക അല്ലെ. എത്രയെന്ന് എങ്ങനെ ചോദിക്കുക, കിത്തനെ ഹുയേ, കിത്തനെ ഹുയേ, നീ കിത്തന ഹുവാ. എന്ത് ചോദിച്ചാലും എന്താണ്, എത്രയായി എന്ന് ചോദിക്കുന്ന കേട്ടോ. അപ്പൊ അദ്ദേഹം ഒരു 400 500 എത്രയാണ് റേറ്റ് എനിക്ക് അറിയില്ല. അപ്പൊ എത്രയാണ് പറയുന്നതെങ്കിൽ അവിടെ 100 കണക്കുകളിനെ സോ എന്നാ പറയാം. സോ എന്ന് പറഞ്ഞാൽ 100. അപ്പൊ സോ എന്ന് പറഞ്ഞാൽ 100, 200 200, 300 300, 400 500 അങ്ങനെ പറയാം. ഇപ്പൊ 400 400 പറയണമെങ്കിൽ 400 പറയാം അല്ലെ. പക്ഷെ ഈ ഡിജിറ്റ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ, തുടക്കക്കാർക്ക് ഇംഗ്ലീഷിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. എവിടെ പോയാലും ഇപ്പൊ 400 400 എന്നൊക്കെ അവർ തന്നെ പറഞ്ഞോളൂ അല്ലെ. കഷ്ടപ്പെട്ടിട്ടായാലും പറയുന്ന ആളുകളുണ്ട് കേട്ടോ. ഹിന്ദിക്കാർക്ക് അത്ര ഇംഗ്ലീഷ് അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. ഇവൻ 400 എന്ന് പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 400 എന്ന് പറഞ്ഞാൽ 400 ആണ് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്നു, ബാലൻസ് വാങ്ങി നമ്മൾ പോകും. ഓക്കെ, ഇത്രയൊക്കെ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ നമ്മൾ താങ്ക്സ് പറയാം അല്ലെ. താങ്ക്സിന് എന്താ പറയാ ഹിന്ദിയില്, ധന്യവാദ് എന്ന് പറഞ്ഞാൽ മതി. ധന്യവാദ്. ഇനിയിപ്പോ അദ്ദേഹമാണ്, ടാക്സി ഡ്രൈവർ ആണ്, നമ്മളോട് ധന്യവാദ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ തിരിച്ചു പറയാ, ആപ്കോബി, ആപ്കോബി താങ്കൾക്കും എന്ന് പറയുന്നതാ. ആപ്കോബി ധന്യവാദ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്ലാസ് ആയിരുന്നു അല്ലെ. എല്ലാവർക്കും നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും ഉപകാരപ്രദവുമായിട്ടുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഈ ടാക്സി ഡ്രൈവറോടൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മടി കൂടാണ്ട് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഇപ്പൊ ഒരു 50 days ക്ലാസ് റണ്ണിംഗ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 15 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് മുതൽ ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.